ഹരിശ്രീ ഗണപതയേ നമഃ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം ഏകവിംശ സർഗ. രാവണ തിരസ്കരണം. രാവണനെ സീത നിഷേധിക്കുന്നത്. തസ്യ തദ്വചനം ശ്രുത്വാ സീതാ രൗദ്രസ്യ രക്ഷസ ആർത്താദീന സ്വരാദീന പ്രത്യുവാച ശനിർവജ. ക്രൂരനായ രാക്ഷസരാജാവിൻ്റെ വാക്കുകേട്ട് ഭയചകിതയും ദുഃഖിതയുമായ സീത ദീനസ്വരത്തിൽ രാവണന് ഹിതകരമാം വിധം പതുക്കെ മറുപടി നൽകി. ദുഃഖാർത്ത രുദതി സീതാവേപമാന തപസ്വിനി ചിന്തയന്തി വരാരോഹ പതിമേവ പതിവ്രത തൃണമന്തരത കൃത്വ പ്രത്യുവാച ശുചിസ്മിത. സുന്ദരിയും തപസ്വിനിയും പതിവ്രതയും ഭർതൃതാരീകനിരതയുമായ സീത ദുഃഖത്താൽ കരഞ്ഞും ഭയത്താൽ വിറച്ചും കൊണ്ട് നടുവിൽ ഒരു പുൽക്കൊടി നുള്ളിയിട്ട് സ്വച്ഛമായി പുഞ്ചിരി തൂകി മറുപടി പറഞ്ഞു. ജനകജയുമവനൊടതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൾ എന്നാണ് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൽ പറയുന്നത്. അതായത് രണ്ടുപേർക്കും ഇടയിൽ പുൽക്കൊടി നുള്ളിയിട്ട് എന്നതിന് പല ഭാവാർത്ഥങ്ങളും പറയുന്നുണ്ട്. ക്രൂരനും പാപിയുമായ രാവണനോട് നേരിട്ട് സംസാരിക്കുന്നത് അനുചിതമാണോ എന്ന് കരുതി പുൽക്കൊടി നുള്ളിയിട്ട് അതിനോട് എന്ന മട്ടിൽ സംസാരിച്ചതാണ് ഒരഭിപ്രായം. അന്തഃപുരത്തിൽ രാജസ്ത്രീകൾ വരപുരുഷന്മാരോട് ഒരു തിരശീല മറവിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുക. ഇവിടെ സീത അതിനു പകരം ഒരു പുൽക്കൊടി നടുവിലിട്ട് പാപിയായ രാവണനോട് സംസാരിച്ചു എന്നൊരു അർത്ഥം. രാവണൻ തനിക്ക് തൃണപ്രായമാണ് എന്ന് വ്യംഗ്യം. രാവണൻ തൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച സ്വർഗീയ സുഖഭോഗങ്ങളെല്ലാം പതിവ്രതയായ തനിക്ക് തൃണപ്രായമാണ് എന്ന് ഇനി വേറൊരർത്ഥം. ചിത്രകൂടാചലത്തിൽ താമസിക്കുന്ന കാലത്തെ ഒരു സംഭവം. പലലം, അതായത് മാംസം ഉണക്കാനിട്ട് അത് കാത്തുകൊണ്ടിരുന്ന സീതയെ ഇന്ദ്രപുത്രൻ കാകാകൃതി ധരിച്ചു വന്ന് ഉപദ്രവിക്കുകയുണ്ടായി. സീതയുടെ പടിയിൽ തലവെച്ചുറങ്ങിയിരുന്ന രാമൻ എഴുന്നേറ്റ് ഒരു പുൽക്കൊടി എടുത്ത് ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് അതിൻ്റെ നേർക്കയച്ചു. മറ്റെങ്ങും അഭയം ലഭിക്കാതെ കാകാസുരൻ ഒടുവിൽ രാമനെ തന്നെ ശരണം പ്രാപിച്ചു. ഈ സംഭവം രാമനുള്ള അടയാളവാക്യമായിട്ട് സീത ഹനുമാനോട് പറയുന്നുണ്ട്. ആ പുൽക്കൊടിയുടെ ശക്തിയും സീത അപ്പോൾ ഓർത്തിരിക്കാനിടയുണ്ട്. അതായത് പതിവ്രതയായ സീത ശ്രീരാമൻ വന്ന് തന്നെ രക്ഷിക്കുമെന്നും ഇല്ലെങ്കിൽ എൻ്റെ ജീവൻ ഈ പുൽക്കൊടിക്ക് സമമാണെന്നും ഒരർത്ഥം. അല്ലെങ്കിൽ പണ്ട് പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ തൂണിൽ നിന്ന് അവതരിച്ച ഹിരണ്യകശിപുവിനെ വധിച്ച ഭഗവാൻ മാതിരി ഈ പുൽക്കൊടിയിൽ നിന്ന് അവതരിച്ച് നിന്നെ വധിക്കുവാൻ സാധിക്കും എന്ന് വേറൊരർത്ഥം. അടുത്തിരിക്കുന്നവൻ അകലെയാണെന്ന് വരുത്താൻ ഇടയ്ക്ക് പുൽക്കൊടി ഇടുകയോ വെള്ളം തളിക്കുകയോ ചെയ്താൽ മതി എന്ന് ഒരു ന്യായമുണ്ട്. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഇതിന് പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ ശുചിസ്മിത എന്ന പദത്തിനും പല വ്യാഖ്യാനങ്ങളും കാണാണ്ട്. അതായത് കാമാഭ്യർത്ഥന ചെയ്ത രാവണനോട് നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകുകയോ അതൊരിക്കലും സംഭവിക്കില്ല. അടുത്ത് തന്നെ രാവണൻ മൃതിയടയുമെന്ന് അറിയാതെ പല വീരപരാക്രമങ്ങളും കാണിക്കുന്ന രാവണനെ കണ്ട് മന്ദഹാസത്തോടെ സംസാരിച്ചു. അല്ലെങ്കിൽ രാജാക്കന്മാർ രാജധർമ്മം അനുസരിച്ച് രാവണനെ കണ്ട് മന്ദഹാസത്തോടെ സംസാരിച്ചു. അല്ലെങ്കിൽ രാജാക്കന്മാർ രാജധർമ്മം അനുസരിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കുമ്പോൾ മന്ദഹാസത്തോടെയാണ് ശിക്ഷ നൽകുന്നത്. അതുപോലെ രാജധർമ്മങ്ങൾ അറിഞ്ഞ സീത രാവണനെ കണ്ട് മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു എന്നും ആവാം. ഇനി അതുമല്ലെങ്കിൽ അടുത്തു തന്നെ വിഭീഷണന് സകല ഐശ്വര്യമുള്ള ലങ്കയെ കിട്ടുമെന്ന് അറിയാതെ തനിക്ക് കാമാസക്തി കാരണം എല്ലാറ്റിനെയും തരാമെന്ന് പറയുന്ന ഈ രാവണൻ്റെ ബുദ്ധിയെ ചിന്തിച്ച് മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു എന്നുമാവാം. ഉത്തമ സ്ത്രീ ലക്ഷണമാണ് സ്വാഭാവികമായും മന്ദഹാസം. അത് ഏതൊരവസ്ഥയിലും സ്ഥായിയായി അവരുടെ മുഖത്തുണ്ടാവും. അതാണ് സീതയിൽ ഉണ്ടായിരുന്നത് എന്നും പറയാം. ദുഃഖിതയും ഭീതയുമായിരുന്നുവെങ്കിലും ഹിതകരമായ കാര്യങ്ങളാണ് രാവണൻ സീതയോട് പറഞ്ഞത്. ആ വാക്കുകളിൽ തുളുമുന്ന നന്മയും പവിത്രതയും ആ സ്വതസിദ്ധമായ പുഞ്ചിരിയിൽ സുവ്യക്തമായിരുന്നു എന്ന് വേറൊരർത്ഥം. നിവർത്തയ മനോമത്ത സ്വജനീക്രിയതാമന നമാം പ്രാർത്ഥന ഇതും യുക്തസ്തും സിദ്ധിമിവ പാപകൃത്. നീ എന്നിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് സ്വപത്നിമാരിൽ അർപ്പിക്കുക. പാപം ചെയ്തവൻ മോക്ഷത്തിന് അർഹനല്ലാത്തതുപോലെ നീ എന്നെ പ്രാപിക്കുവാൻ ഒരിക്കലും യോഗ്യനല്ല. സീതയുടെയും രാവണൻ്റെയും ജീവിതചര്യ വ്യക്തമാക്കുന്നു ഇവിടെ ഉപമ.
അകാര്യം ന മയാ കാര്യം ഏകപത്ന്യ വിഗർഹിതം കുലം സംപ്രാപ്തയാ പുണ്യം കുലേ മഹതി ജാതയാ. ഉത്കൃഷ്ട കുലത്തിൽ ജനിച്ചവളും മഹത്തായ മറ്റൊരു കുലത്തിലേക്ക് വിവാഹം ചെയ്യപ്പെട്ടവളുമാണ് താൻ. ഒരു പതിവ്രത നിന്ദയായിട്ട് പരിഗണിക്കുന്ന ഒരു പരപുരുഷ സ്പർശമാകുന്ന മഹാപാപം ഒരിക്കലും ചെയ്യുന്നവളല്ല ഞാൻ എന്നാണ് സീത പറയുന്നത്. ഏവമുക്താതു വൈദേഹി രാവണം തം യശസ്വിനി രാക്ഷസം പൃഷ്ഠത കൃത്വ ഭൂയോ വചനമബ്രവീത്. യശസ്വിനിയായ വൈദേഹി രാവണനെ അവഗണിച്ച് പിന്തിരിഞ്ഞിരുന്ന് അവനോട് വിശദമായി സതുപദേശങ്ങൾ അരുളി ചെയ്തു. നാഹമോപയുഗീ ഭാര്യ പരഭാര്യ സതീതവ സാധുധർമ്മമഭീഷ്ടസ്വ സാധു സാധുവ്രതം ചര. സതിയും പരഭാര്യയുമായ ഞാൻ ധാർമ്മികമായി നിന്റെ ഭാര്യയായിരിക്കാൻ യോഗ്യനല്ല. സജ്ജനധർമ്മം വഴിപോലെ സംരക്ഷിക്കുക, അതായത് സദാചാരം അനുഷ്ഠിക്കുക. യഥാതവ തഥാന്യേഷാം ധാരാ രക്ഷ്യ നിശാചര ആത്മാനമുപമം കൃത്വ ശേഷുധാരേഷു രമ്യതാം. നിശാചര, നിന്റെ ഭാര്യമാർ എന്ന പോലെ മറ്റുള്ളവരുടെ ഭാര്യമാരും സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. നീ നിന്നെ ദൃഷ്ടാന്തമായി സ്വീകരിച്ചുകൊണ്ട് സ്വന്തം പത്നിമാരോട് ശ്രമിച്ച് സംതൃപ്തി നേടുക. അല്ലെങ്കിൽ നീ പരസ്ത്രീഗമനം കൊണ്ടും നിന്റെ പത്നിമാർ പരപുരുഷ സംഗമം കൊണ്ടും സംതൃപ്തി നേടും. അത് ധർമ്മലോപത്തിനും വംശകളങ്കത്തിനും ഇടയാക്കും. സ്വന്തം പത്നിമാരിൽ സംതൃപ്തി അനുഭവിക്കുന്ന പുരുഷന് അവർ വഴിവഴിച്ചു പോകുമെന്ന് ഭയപ്പെടാനില്ല. വംശശുദ്ധി നിലനിർത്താനും കഴിയും. അതുഷ്ടം സേഷു ധാരേഷു ചപലം ദലിതേന്ദ്രിയം നയന്തി നികൃതി പ്രജ്ഞം പരധാരാപരാഭവം. സ്വന്തം ഭാര്യമാരെ തൃപ്തിപ്പെടാതെ ദുർബുദ്ധിയായിട്ട് ഇന്ദ്രിയങ്ങൾ തെളിക്കുന്ന വഴിക്ക് പോകുന്ന ചപലനെ പരസ്ത്രീകൾ നാശത്തിലേക്ക് നയിക്കുന്നു. ഇന്ദ്രിയവശകനായ പുരുഷൻ തന്റെ സർവത്വവും പരസ്ത്രീകൾക്ക് പണയം വെച്ച് അധപതിക്കുന്നു എന്ന് സാരം. ഇഹന്തോനവാസന്തി സദോ ഭാനാനുവർത്തസേ തഥാ ഹി വിപരീതാദേ ബുദ്ധിരാചാരവർജിത. ഇവിടെ അതായത് ലങ്കയിൽ സന്മാർഗത്തെ ഉപദേശിക്കുന്ന ജ്ഞാനികൾ ഇല്ലായിരുന്നുണ്ടോ? അല്ലെങ്കിൽ ആ സത്തുക്കളുടെ ഉപദേശം അനുസരിച്ച് നീ ജീവിക്കുന്നില്ല എന്നാണോ? എന്തെന്നാൽ നിന്റെ ബുദ്ധി സജ്ജനാചാരങ്ങൾ ഉപേക്ഷിച്ച് തലകീഴായി കിടക്കുന്നു. രാജാവിനെ സാത്വിക ജീവിത പന്ഥാവിലൂടെ നയിക്കേണ്ടത് സത്തുക്കളാണ്. അവർ ലങ്കയിൽ ഉണ്ടെങ്കിൽ രാവണൻ ഈ സ്ഥിതിയിലാകുമായിരുന്നില്ല. ഉണ്ടെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ ധിക്കരിച്ച് നടക്കുന്നുണ്ടാവണം. രാവണന്റെ ബുദ്ധി തന്നെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ദുഷ്ടാചാരം രാവണൻ ശിഷ്ടാചാരമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് അർത്ഥം. പചോമിത്യ പ്രണീതാത്മാ പത്യമുക്തം വിചക്ഷണേ രാക്ഷസാനാം അഭാവായ ത്വംവാന പ്രതിപദ്യസേ. താമസവൃത്തികളിൽ തന്നെ സദാ മനസ്സിനെ വ്യാപരിക്കുന്ന നീ ത്രികാലജ്ഞന്മാരായ മഹാത്മാക്കളുടെ ഹിതോപദേശം ധിക്കരിച്ച് നടക്കുകയാവണം. അത് രാക്ഷസരുടെ നാശത്തിന് ഹേതുവായും തീരുന്നു. ജ്ഞാനികളുടെ ഉപദേശം രാവണൻ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നില്ല. പുറമേക്കുള്ള നാട്യം മാത്രമേ ഉള്ളൂ എന്ന് സാരം. അകൃതാത്മാനമാസാദ്യ രാജാനമനയേ രഥം സമർദ്ധാനി വിനശ്യന്തി രാഷ്ട്രാണി ദിഗരാളിജ. സമ്പൽ സമൃദ്ധമായ നാടും നഗരവുമെല്ലാം അന്യായമ കർമ്മങ്ങൾ ചെയ്യുന്ന മൂഢനായ രാജാവിൻ്റെ അധീനത്തിൽ വന്നാൽ വിശേഷം നശിച്ചു പോകും. തഥേയം ത്വാം സമാസാദ്യ ലങ്കാരഗ്നൗക സങ്കുല അപരാധാത്ത വൈകസ്യ നചിരാത് വിനശിഷ്യതി. അതുപോലെ വിശിഷ്ടരത്നങ്ങൾ നിറഞ്ഞ ഈ ലങ്കാരാജ്യം മുഴുവൻ രാജാവായ നിന്റെ ദുഷ്കർമ്മങ്ങളും പാപകൃത്യങ്ങളും നിമിത്തം അടുത്തു തന്നെ നശിക്കാൻ പോകുന്നു. ഒട്ടും താമസമില്ല. സുഹൃദേ ഹന്യമാനസ്യ രാവണ ദീർഘദർശിന അഭിനന്ദന്തി ഭൂതാനി വിനാശീ പാപകർമ്മണ. രാവണ, സ്വന്തം ദുഷ്കർമ്മങ്ങളാൽ നശിച്ചു പോകുന്ന ദീർഘദർശിയല്ലാത്ത പാപിയുടെ വിനാശത്തിൽ സർവജീവജാലങ്ങളും സന്തോഷിക്കുന്നു. ഏവം ത്വാം പാപകർമാണം വക്ഷ്യന്തി നികൃതാ ജനാഃ ദിഷ്ടേതദ്വസനം പ്രാപ്തോ രൗദ്ര ഇത്യേവ ഹർഷിതാഃ. ഇപ്രകാരം പാപം ചെയ്യുന്ന നിന്നെ പ്രജകളെല്ലാം ഉപേക്ഷിക്കും, മനസ്സുകൊണ്ട് വെറുക്കും. ദുഷ്ടൻ ദൈവാധീനത്താൽ നശിച്ചുപോയല്ലോ എന്ന് പ്രജകൾ സന്തോഷപൂർവ്വം നിന്ദിക്കും. ഒരു രാജാവിൻ്റെ നാശത്തിൽ പ്രജകൾ സന്തോഷിക്കുക എന്ന സ്ഥിതി എത്ര വലിയ ദുരന്തമാണ്. ശക്യ ലോഭയിതും നാഹം ഐശ്വര്യേണ ധനേന വാ അനന്യേ രാവണേന
രാവണേ അനന്യാരാഘവേണാഹം ഭാസ്കരേണ പ്രഭായത. രാജ്ഞി എന്ന പദവി, സമ്പത്ത് എന്നീ പ്രലോഭനങ്ങളാൽ തന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവളല്ല ഞാൻ. സൂര്യനും പ്രഭയും എന്ന പോലെ ഞാനും രാഘവനും ചേർന്നിരിക്കുന്നു. സൂര്യനിൽ നിന്ന് പ്രഭയെ വേർതിരിക്കാൻ സാധ്യമല്ല, ഞങ്ങൾ അഭിന്നരാകുന്നു. ഉപദായ ഭുജം തസ്യ ലോകനാഥസ്യ തൽകൃതം കഥം നാമോപദാസ്യാമി ഭുജമന്യസ്യ കസ്യജിത്. ലോകനാഥനായ രാമൻ്റെ മറ്റൊരു അമ്പുജാക്ഷിയെ തൊടാത്ത വലങ്കൈ ഉപദാനമാക്കിയ, അതായത് തലയണാക്കിയ ഞാൻ മറ്റൊരുവൻ്റെ കയ്യിൽ എങ്ങനെ അഭയം നേടും? രാമനോടൊപ്പം ശയിച്ച് ഞാൻ അന്യനോടൊപ്പം ശയിക്കുക എന്നത് ഉണ്ടാകുന്നതല്ല എന്ന് സാരം. സകല ജീവരാശികളും ശ്രീരാമപാദാരവിന്ദത്തെ മനസ്സിൽ വെച്ച് പൂജിക്കുന്ന ശ്രീ രാഘവൻ്റെ കൈകളിൽ കിടന്നുറങ്ങുന്നവളായ ഞാൻ സകല പാപങ്ങളും ചെയ്യുന്നവനായി നിന്റെ കയ്യിൽ വരുന്നതല്ല. അഹമൗപൈകീ ഭാര്യ തസ്യൈവ വസുധാപദേ തസ്നാദസ്യ ധീരസ്യ വിദ്യേവ വിദിതാത്മന. ബ്രഹ്മചര്യം ശരിയാമിതം അനുഷ്ഠിച്ച് ആത്മജ്ഞാനം നേടിയ ജ്ഞാനിക്ക് വിദ്യ എന്ന പോലെ ഞാൻ ലോകനാഥനായ രാമന് മാത്രം അനുയോജ്യയായ പത്നിയാണ്. സാധുരാവണ രാമേണ മാം സമാനയ ദുഃഖിതാം വനേവാസിതയാ സാർദ്ധം കരണ്യേവ ഗജാധിപം. രാവണ, വിരഹദുഃഖിതയായ എന്നെ കാട്ടിൽ തളയ്ക്കപ്പെട്ട പിടിയാനയെ കൊമ്പനാനയോടെന്ന പോലെ രാമനോടുകൂടി ചേർത്താലും അതാണ് നല്ലത്. മിത്രമൗപൈകം കർത്തും രാമസ്ഥാനം പരിപ്ലത വതം ചാലിച്ചതാഘോരം ത്വയാസു പുരുഷർഷവ വിദിതസഹി ധർമ്മജ്ഞ ശരണാഗതവത്സല. തേന മൈത്രീ ഭവതു ദേയതി ജീവിതുമിച്ഛസി പ്രസാദയസ്വത്വം ജൈനം ശരണാഗതവത്സലം മാം ജാസ്മേ പ്രയതോ ഭൂത്വ നിര്യാതയിതുമർഹസി. രാവണ, നിനക്ക് ജീവിതത്തിൽ കൊതിയുണ്ടെങ്കിൽ പുരുഷോത്തമനും ധർമ്മജ്ഞനും ശരണാഗത വത്സലനുമായ രാമനുമായി സ്നേഹഭാവത്തിൽ വർത്തിക്കുക. അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുക. അദ്ദേഹത്തെ സഹായിക്കാനും നിനക്ക് കഴിയും. കാമക്രോധാദി വികാരങ്ങളെ അടക്കി പരിശുദ്ധ ഹൃദയത്തോടെ എന്നെ അദ്ദേഹത്തിന് തിരികെ സമർപ്പിക്കുക. അത് നിനക്ക് ശ്രേയസ്സിനുള്ള മാർഗമാകുന്നു. ഏവം ഹി ദേവവേ സ്വസ്തി സമ്പ്രദായ രഘൂത്തമേ അന്യദാത്തും ഹി കുർവാണോ പദം പ്രാപ്സ്യതി രാവണ. രാവണ, ഇങ്ങനെ എന്നെ രാമനിൽ സമർപ്പിച്ചാൽ മാത്രമേ നിനക്ക് സൗഖ്യം ലഭിക്കുകയുള്ളൂ. മറിച്ചാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ നീ രാമബാണം ഏറ്റു മരിക്കും. വർജയേ വജ്രമുത്സൃഷ്ടം വർജയേദന്തകസ്ഥിരം ത്വദ്ദിതം തുനക്ഷം ക്രുദ്ധോ ലോകനാഥസ്യ രാഘവ. ഇന്ദ്രന്റെ വജ്രായുധം നിന്നെ ഭയപ്പെട്ട് ഒഴിഞ്ഞുപോയെന്ന് വരാം. യമനും മൃത്യുവിൽ നിന്നും നിന്നെ കുറെ കാലം മാറ്റി നിർത്തിയേക്കാം. എന്നാൽ ലോകനാഥനായ രാഘവൻ കോപിച്ചാൽ നിന്നെപ്പോലുള്ളവരെ വിട്ടൊഴിക്കുകയില്ല. ഇന്ദ്രൻ, യമൻ എന്നിവരെ പോലെ രാവണനെ ഭയപ്പെടുന്നവനല്ല ശ്രീരാമൻ എന്ന് സാരം. രാമസ്യ ധനുഷശബ്ദം ശോഷ്യതി ത്വം മഹാസ്വനം ശതക്രതുവിശിഷ്ടസ്യ നിർഘോഷമശനേരിവ. വജ്രായുധത്തിൻ്റെ മുഴക്കം പോലുള്ള ഇടിനാദം പോലുള്ള രാമധനുസിൻ്റെ ഞാണൊലി താമസിയാതെ നിനക്ക് കേൾക്കാൻ കഴിയും. ഇഹ ശീക്രം സുപർവാണോ ജ്വലിതാസ്യായിവോരക വിഷവോ നിബദിഷ്യന്തേ രാമലക്ഷ്മണ രക്ഷിത. രാമലക്ഷ്മണന്മാർ ലക്ഷ്യം വെച്ച് ചെയ്യുന്ന വിഷജ്വാല വമിക്കുന്ന ബാണങ്ങൾ ചീറിയടുക്കുന്ന സർപ്പങ്ങൾ എന്ന പോലെ വേഗത്തിൽ ഇവിടെ പതിക്കാൻ പോകുന്നു. രക്ഷാംസേ പരിനിഗ്നന്ദ പുര്യാമസ്യാം സമന്തദ അസംബാധം കരിഷ്യന്തി പദന്ത ഗംഗവാസസ. ഇവിടെ വന്നു വീഴുന്ന കഴുകൻ തൂവൽ പിടിച്ച ബാണങ്ങൾ രാക്ഷസന്മാരെ കൊന്നു വീഴ്ത്തിയ ശേഷം നഗരം നിറയും. രാക്ഷസേന്ദ്ര മഹാസർപ്പാൻ സരാമഗരുഡോ മഹാൻ ഉദ്ധരിഷ്യതി വേഗേന വൈനതേയായിവോരകാൻ. ഗരുഡൻ സർപ്പങ്ങളെ എന്ന പോലെ രാമനാകുന്ന ഗരുഡൻ രാക്ഷസേന്ദ്രന്മാരാകുന്ന മഹാസർപ്പങ്ങളെ വളരെ വേഗം നശിപ്പിക്കാൻ പോകുന്നു. രാക്ഷസ വംശനാശം ആസന്നമായിരിക്കുന്നു എന്നർത്ഥം. അവനേഷ്യതി മാം ഭർത്ത ത്വത്ത ശീക്രമരിന്ദമ അസുരേഭ്യാഷയം ദീപ്താം വിഷ്ണുസ്ത്രിധിരിവക്രമേ. മഹാവിഷ്ണു വാമനനായി വന്ന് 3 കാലടി കൊണ്ട് തേജസ്വിനിയായ സ്ത്രീയെ അസുരന്മാരിൽ നിന്നും വീണ്ടെടുത്തതുപോലെ ശത്രു സംഹാരകനായ എൻ്റെ ഭർത്താവ് നിന്നിൽ നിന്ന് എന്നെ വേഗം മോചിപ്പിച്ചെടുക്കും. ജനസ്ഥാനേ ഹതസ്ഥാനേ നിഹതേ രക്ഷസാമ്പലേ അശക്തേന ത്വയാ രക്ഷ കൃതമേധ അസാധുവൈ.
ജനസ്ഥാനത്തിൽ വെച്ച് കരദൂഷണ തൃശിരസ്സുകളെയും 14,000 രാക്ഷസരെയും രാമലക്ഷ്മണന്മാർ കൊന്നൊടുക്കിയപ്പോൾ പകരം മറ്റൊന്നും ചെയ്യാനാവാതെ നീ എന്നെ അപഹരിക്കുക എന്ന ഈ ദുഷ്കൃത്യം ചെയ്തു. ആശ്രമം ദൂതയോ ശൂന്യം പ്രവിശ്യ നരസിംഹയോ ഗോചരം ഗതയോ ഭ്രാതൃ അപനീതയാതമ. അഥമ പുരുഷകേസരികളായ സഹോദരന്മാർ മായാമൃഗത്തെ തേടി പോയ നേരം മറ്റാരുമില്ലാത്ത ആശ്രമത്തിൽ കടന്നു വന്ന് നീ എന്നെ അപഹരിച്ചു കൊണ്ടുപോയി. അധ്യാത്മരാമായണത്തിൽ ഈ ഭാഗം സീത പറയുന്നു. സവിതൃകുലതിലകനിലദീപഭീത്യ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയ വിനയമൊടു ചുനീവാഹവിരധ്വരെ സാഹസത്തോടുമാം കട്ടുകൊണ്ടില്ലയോ. പട്ടി യാഗശാലയിൽ പതുങ്ങിക്കടന്ന് മന്ത്രഭൂതമായ ഹവിസ് കട്ടുകൊണ്ടുപോകുന്നത് പോലെ രാവണൻ സീതയെ അപഹരിച്ചു എന്നാണ് സീത പറയുന്നത്. രാവണവധത്തിന് കാരണഭൂതയായിട്ടാണ് ജനകസൂതയായി താൻ പിറന്നത് എന്നും രാമാവതാരം രാവണവധത്തിന് വേണ്ടിയാണെന്നും സീത രാവണനോട് നേരിൽ പറയുന്നുണ്ട് അധ്യാത്മരാമായണത്തിൽ. നഹിഗന്ധമുപാക്രായ രാമലക്ഷ്മണയോസ്ത്വയ സഖ്യം സന്ദർശനേ സ്നാതും ശുനാശാർദൂലയോരിവ. 2 നരികളുടെ ഗന്ധം പോലും സഹിക്കാൻ നായ്ക്ക് കഴിയാത്തതുപോലെ രാമലക്ഷ്മണന്മാരുടെ നേരിൽ നിൽക്കാനുള്ള കഴിവ് പോലും നിനക്കില്ല. അസ്യതേ വിഗ്രഹേതാഭ്യാം യുഗഗ്രഹണമസ്ഥിരം വൃത്രസ്യേവേന്ദ്രബാഹുഭ്യാം ബാഹോരേഖസ്യ നിഗ്രഹ. രാമലക്ഷ്മണന്മാരുമായുള്ള യുദ്ധത്തിൽ ഇന്ദ്രനോടേറ്റ വൃത്രാസുരനെ പോലെ നീ ഏകഹസ്തനായി പരാജയപ്പെട്ടു പോകും. യുദ്ധത്തിൽ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് വൃത്രാസുരന്റെ ഒരു കൈ മുറിഞ്ഞുപോയി. തുടർന്ന് വൃത്രന് മരണവും സംഭവിച്ചു. ക്ഷിപ്രം തവസനാദോ മേ രാമസൗമിത്രിണാസഹ തോയമൽപമിവാദിത്യ പ്രാണാനാദാസ്യതേ ശരേഹി. സൂര്യൻ തൻ്റെ തീക്ഷ്ണകിരണങ്ങളാൽ ജലാശയത്തിലെ അല്പജലത്തെ വലിച്ചെടുക്കുന്നത് പോലെ എൻ്റെ നാഥനായ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി വന്ന് ബാണങ്ങളാൽ നിന്റെ പ്രാണങ്ങളെ ഉടനെ കൊണ്ടുപോകും. ഗിരിം കുബേരസ്യ ഗതോദാവാലയം സവാം ഗതോ വാ വരുണസ്യ രാജ്ഞ അസംശയം ദാശരഥേർനമോച്യസേ മഹാദ്രുമകാലഹതോശനേരിവ. കൈലാസത്തിലോ വരുണന്റെ കൊട്ടാരത്തിലോ ഇന്ദ്രസഭയിലോ ഒളിച്ചിരുന്നാലും ശരി, ആയുസ്സറ്റ വൻമരത്തിന് ഇടിവെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ ദാശരഥിയിൽ നിന്ന് രാവണ നിനക്ക് മോചനമില്ല, മരണം സുനിശ്ചയമാണ്. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ഏകവിംശാ സർഗ. 21ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.